ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. ഈ ദിവസത്തിൻ്റെ നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈശോയുടെ അനുഗ്രഹം കടന്നു പറ്റേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വില കൊടുത്താൽ, നിൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച് നടത്തിയാൽ, ഈശോ പറയുന്ന രീതിയിൽ നീ ജീവിച്ചാൽ നിനക്ക് മാത്രമല്ല അനുഗ്രഹം, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമുക്കറിയാം, എലിസബത്തും സക്കറിയായും നേരത്തെ കണ്ടതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ കുറ്റമറ്റ വിധം അനുസരിച്ചവരാണ്, നീതിനിഷ്ഠരാണ്. ഒരു വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 66-ാം തിരുവചനം. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു ശിശുവിനെ കുറിച്ച് പറയാം. ഈ ശിശു സ്നാപക യോഹന്നാനാണ്. ആളുകളിൽ അത്ഭുതപ്പെടും, ഈ ശിശു ആരായിത്തീരും. എന്നിട്ട് പറയാണ്, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ശിശുവിൻ്റെ കൂടെ കർത്താവിൻ്റെ കരം ഉണ്ടെങ്കിൽ നമ്മൾ ആ ശിശുവിലേക്ക് നോക്കണം, ശിശുവിൻ്റെ മാതാപിതാക്കളിലേക്ക് നോക്കണം. മാതാപിതാക്കളുടെ പ്രത്യേകത പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തിൻ്റെ നിയമങ്ങൾ കുറ്റമറ്റ വിധം അനുസരിച്ചവർ, തീർച്ചയായിട്ടും ആ ശിശുവിലേക്ക് അഭിഷേകം ഉണ്ടാകും. ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നിൻ്റെ തലമുറകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുക, നിൻ്റെ പ്രിയപ്പെട്ടവർ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുക, നിൻ്റെ കുടുംബം എങ്ങനെ അനുഗ്രഹിക്കപ്പെടുക. ഒന്ന് മാത്രം നോക്കിയാൽ മതി, ഈശോയുമായിട്ടുള്ള നിൻ്റെ ബന്ധം. അത് നല്ല അഭിഷേകം നിറഞ്ഞതാണ്, ചേർന്നിരിക്കുന്നതാണ്, അത് ആവശ്യത്തിന് മാത്രം ഓടിപ്പോകുന്നതാണ്. നല്ലൊരു ബന്ധം കെട്ടിപ്പടുക്കുവാൻ ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ഈശോ, ഈ വ്യക്തിയുടെ തലമുറകൾ, പ്രിയപ്പെട്ടവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ബന്ധത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഈ വ്യക്തിയിലൂടെ ചുറ്റുപാടുകളിലേക്കെല്ലാം കൃപകൾ വർഷിക്കപ്പെടുവാനായിട്ട് ഇടവരട്ടെ. ഇന്നത്തെ ദിവസം നിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന